എന്നാൽ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന്റെ തരീഖത്ത് ഷാദിലിയത്തുൽ ഖാദിരിയ എന്താണ് എന്നെ പോലത്തെ ആളുകളൊക്കെ അംഗീകരിച്ചതെന്ന് പറഞ്ഞാൽ 100% ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിനെ ബോധ്യപ്പെട്ട് കണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഒരു മോശമായ പ്രവർത്തനം മോശമായ കാര്യങ്ങൾ ചെയ്തില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിനെ ഒരു മുറബിയായ ഷെയ്ഖായി അംഗീകരിച്ചത്. മുറബിയായ ഷെയ്ഖന്മാർക്ക് ഒരുപാട് ക്വാളിറ്റീസൊക്കെ വലിയ വലിയ ആളുകൾ പറയാറുണ്ട്. എന്നാൽ കാലഘട്ടം കുറയുന്നതിനനുസരിച്ച് ക്വാളിറ്റീസ് കുറയും. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന സുമ്മല്ലദീന യലൂനഹും എന്ന് ബഹുമാനപ്പെട്ട ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം ഇങ്ങനെ മോശാകണീനനുസരിച്ച് ക്വാളിറ്റി മോശമാവും. അത് ഇൽമിൻ്റെ അഹ്ലുകാരാണെങ്കിലും തരീഖത്തിൻ്റെ അഹ്ലുകാരാണെങ്കിലും ആരാണെങ്കിലും മോശമാവും. പക്ഷെ അവർക്കൊക്കെ ഒരു കണക്ഷനും ബന്ധവും ഉണ്ടെങ്കിൽ അതിന് വലിയ പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നവറല്ലാഹു മർഖദു മഹാനവറുകൾ തുടക്കം കുറിച്ചതാ. അതിനൊരു കണക്ഷൻ ഉണ്ട്. അവരെ ഉസ്താദ് അങ്ങനെ പോയി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തും. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിം നവറല്ലാഹു മർഖദു മഹാനവറുകൾ ആ കൂട്ടത്തിൽ ആ കണ്ണി പൊട്ടാതെ നിന്ന മനുഷ്യനാണ്. ആ കണ്ണി എന്ന് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജിഫ്രീമത്ത് കോയത്തങ്ങൾ. ബഹുമാനപ്പെട്ട അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അപ്പോ വ്യക്തികളിലൊക്കെ കുറവുണ്ടെങ്കിൽ തന്നെ ആ സംഘടനയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തും. ബഹുമാനപ്പെട്ട ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന്റെ ശരീഅത്ത് ഷാദിലിയത്തുൽ ഖാദിരിയ ആ മഹത്തായ തരീഖത്ത് അതിന്റെ കണക്ഷനും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ 3 നിഅമത്ത്, ഒന്ന് ഇസ്ലാമായി, ഒന്ന് സമസ്തക്കാരായി, ഒന്ന് ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന്റെ ആളുകളായി എന്നുള്ളതാണ്. ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിൽ നിന്ന് വിരുദ് വാങ്ങിയ ആളുകളുണ്ടാവും, വാങ്ങാത്ത ആളുകളുണ്ടാവും. എന്തായിരുന്നു ഒരു മനുഷ്യന് ആഖിറം രക്ഷപ്പെടണം, ആഖിറത്തിന്റെ പുരോഗമനം ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദിക്റും സലാത്തുമായി ബന്ധപ്പെടണം, പറയണം, ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് മഹാന്മാരായ ആളുകളൊക്കെ നിർദ്ദേശിച്ചത്. വലിയ വലിയ ആളുകൾ നിർദ്ദേശിച്ചതാ, നമ്മൾ ഉദ്ദേശിച്ചല്ല. ഇതുകൊണ്ടൊന്നും ആഖിറം രക്ഷപ്പെടില്ല. രക്ഷപ്പെടണമെങ്കിൽ അവനവൻ്റെ സ്വന്തം രക്ഷ കിട്ടണമെങ്കിൽ ദിക്ർ സലാത്തിലൂടെ കിട്ടുക ബോധ്യപ്പെട്ടത് വർത്താനാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന്റെ വിരുദുകളൊക്കെ വാങ്ങി അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ശൈഖുനാ സ്വീകരിച്ച നിലപാട് ഞാൻ പറഞ്ഞല്ലോ, 3 നിലപാട്. ആ നിലപാട് തന്നെ നമ്മളൊക്കെ പോകണം എന്നാണ് നിങ്ങളോടൊക്കെ ഈ സമയത്ത് നിങ്ങളോടൊക്കെ ഉപദേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.